ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഥയിൽ അഖിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുകയാണ്. ശ്യാമയോട് പറയുന്നുണ്ട്, ഡ്രസ്സിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു, നമുക്ക് പാട്ടാണ് മുഖ്യം, പോകുന്ന വഴി നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങാമെന്ന് പറയുന്നു. താൻ എന്തായാലും റെഡി ആയിട്ട് വാ, ഞാൻ കൂടെയില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമയാണെങ്കിൽ റെഡിയാകാനായിട്ട് പോകുന്നു. ശ്യാമ പോയതിനു ശേഷം അഖിൽ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, എന്തൊരു പരീക്ഷണമാണ് ശ്യാമയ്ക്ക് നേരിടേണ്ടി വരുന്നത്, എന്തുമാത്രം പരീക്ഷണങ്ങളാണെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയാണ്. ശ്രീകുട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തിന് അതുവഴി വരുന്നുണ്ട്. ശ്രീകുട്ടി അപ്പോൾ അങ്കിളെ എന്ന് പറഞ്ഞു വിളിക്കുന്നു. ഇന്നലെ അങ്കിളും അമൃത ആന്റിയും അല്ല എന്നെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ഞാൻ ചത്തുപോയെന്നൊക്കെ പറയുന്നു. ഇന്നലത്തോടെ എനിക്ക് മനസ്സിലായി അങ്കിളും ഒരു നല്ല അങ്കിളാണെന്ന്, അതുകൊണ്ട് എന്റെ അമ്മയെ കണ്ടെത്തി തരുമായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യത്തിനപ്പോൾ പറയുന്നുണ്ട് കണ്ടെത്തി തരാമെന്നൊക്കെ. അമൃത ആന്റിക്ക് ഇന്നലെ ഞാനൊരു സമ്മാനം കൊടുത്തായിരുന്നു, അങ്കിളിന് ഞാൻ സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്കിൾ അവിടെ ഇരിക്കാനെന്ന് പറയുന്നു. ശ്രീകുട്ടിയാണെങ്കിൽ ഞാൻ സമ്മാനം തന്നോട്ടെ എന്ന് ചോദിക്കുന്നു. ആദിത്യൻ തരാനെന്ന് പറയുന്നു. ശ്രീകുട്ടിയാണെങ്കിൽ ആദിത്യനെ കെട്ടിപ്പിടിച്ചിട്ട് കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. ശ്രീകുട്ടി ഉമ്മ കൊടുക്കുന്നതെല്ലാം ഐശ്വര്യ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആദിത്യനാണെങ്കിൽ ശരിക്കും സർപ്രൈസ് ആയി പോകുന്നുണ്ട് ശ്രീകുട്ടി ഉമ്മ കൊടുക്കുന്നത്. ആദിത്യൻ ശ്രീകുട്ടിയെ നോക്കിയിരിക്കുന്നു. അതിനുശേഷം ഓർക്കുകയാണ്, ഈ മോളെ ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നതെന്നൊക്കെ. അതേസമയം ഐശ്വര്യ ആലോചിക്കുന്നുണ്ട്, ഈ ആദിത്യേട്ടൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്. ആദിത്യേട്ടൻ സ്വന്തം മകളെ കൊഞ്ചിക്കുകയാണ്, അമൃതേട്ടത്തിയെ ചതിക്കുകയാണ്. അമൃതേട്ടത്തി ഒരു പൊട്ടിയായതുകൊണ്ടാണ് ഒന്നും മനസ്സിലാക്കാത്തത്. അമൃതേട്ടത്തി ഇത്രയ്ക്ക് പാവമാകാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ പറയണമെന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നു. അതിനുശേഷം ഐശ്വര്യ അടുക്കളയിലേക്ക് ചെല്ലുന്നു. അമൃതേട്ടത്തി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഐശ്വര്യ ഓർക്കുന്നുണ്ട്, എന്ത് പാവമാണ് ഈ അമൃതേട്ടത്തി. അമൃതേട്ടത്തി ആണെങ്കിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നടക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. ഐശ്വര്യ അമൃതയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ അത് ശരിയല്ലെന്നൊക്കെ പറയുന്നു. എപ്പോഴും നമ്മുടെ ഭർത്താക്കന്മാരുടെ മേലെ ഒരു കണ്ണ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഏട്ടത്തിക്ക് കാക്കയുടെയും കുയിലിന്റെയും കഥ അറിയത്തില്ലേ, അതുപോലെ ആകരുത് ജീവിതം എന്നൊക്കെ പറയുന്നു. ഒരിക്കലും കുയിലിന്റെ കുഞ്ഞിനെ ഏട്ടത്തിക്ക് വളർത്തേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല, എന്തിനു ഞാൻ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. അമൃത അപ്പോൾ പറയുന്നുണ്ട്, ഐശ്വര്യക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന്. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്, എന്ത് സഹായം അമൃതേട്ടത്തിക്ക് വേണമെങ്കിലും ഞാൻ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അമൃതയ്ക്ക് ഐശ്വര്യ കൈ കൊടുക്കുന്നുണ്ട്. ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശ്രീകുട്ടിയെ ഒഴിവാക്കുന്നതോടുകൂടി ആദിത്യനും അതുപോലെ അരുണിനും അവളോടുള്ള സ്നേഹം മാറുമെന്നൊക്കെ വിചാരിക്കുന്നു. ഐശ്വര്യ പോയതിനു ശേഷം അമൃത വിചാരിക്കുന്നുണ്ട്, പാവം ഐശ്വര്യ സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണല്ലോ സംസാരിക്കുന്നത്, അവൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ, തൽക്കാലം അവൾ അങ്ങനെ തന്നെ ധരിച്ചോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. ശ്രീകുട്ടിയോട് അമൃത കുളിച്ച് റെഡിയാകണ്ടേ, ഡ്രസ്സൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീകുട്ടി പറയുന്നുണ്ട്, എന്റെ വീട്ടിലുണ്ടെന്ന്. അമൃത അപ്പോൾ പറയുന്നുണ്ട്, വീട് വരെ പോകാനൊന്നും പറ്റത്തില്ലെന്ന്. ആ സമയത്ത് അരുൺ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അരുൺ പറയുന്നുണ്ട്, ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ട് വരാമെന്ന്. അമൃത അപ്പോൾ പറയുന്നുണ്ട്, അരുൺ ജോലിക്ക് പൊക്കോളൂ, ഞാനല്ലേ ശ്രീകുട്ടി ഇവിടെ കൂട്ടിയിട്ട് വന്നത്, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട്, അങ്കിളിന് എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ നന്നായിട്ട് അറിയാമെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ അരുൺ ആണെങ്കിൽ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ വിലക്കുന്നു. ശ്രീകുട്ടി അപ്പോൾ ഒന്നും പറയുന്നില്ല. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, അമൃതേട്ടത്തി തന്നെ ഡ്രസ്സ് വാങ്ങിക്കോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നു. ശ്രീകുട്ടി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്കിൾ പോകുന്നത് എന്റെ അമ്മയെ കണ്ടുപിടിക്കാനല്ലേ എന്ന്. അരുൺ അപ്പോൾ കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അരുൺ പോയതിനു ശേഷം അമൃത വിചാരിക്കുന്നുണ്ട്, അരുണുമായിട്ട് ഈ മോൾക്ക് നല്ല ബന്ധമുണ്ടല്ലോ, ഇനിയും അരുൺ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കടയിൽ ശ്യാമയും അഖിലിനെയുമാണ്. ശ്യാമ ഒരു സാരി ഉടുത്ത് അഖിലിന്റെ അടുത്ത് ചെല്ലുന്നു. അഖിലിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് നന്നായിട്ടുണ്ടെന്ന്. പെട്ടെന്ന് അവിടേക്ക് അശ്വതി വരുന്നു. അശ്വതി പർദ്ദ ഇട്ടിട്ടാണ് വരുന്നത്. അശ്വതി ശ്യാമയോടും അഖിലിനോടും പറയുന്നുണ്ട്, ഞാൻ അശ്വതിയാണെന്ന്. മുഖത്തു നിന്നും പർദ്ദ മാറ്റിയിട്ടാണെങ്കിൽ രണ്ടുപേരോടും സംസാരിക്കുന്നു. രണ്ടുപേരും അപ്പോൾ ചോദിക്കുന്നുണ്ട്, അശ്വതി എവിടെയായിരുന്നു, എന്താണ് സംഭവിച്ചതെന്നൊക്കെ. അശ്വതി നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അശ്വതി പറയുന്നുണ്ട്, എന്റെ മകളെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയതാണ്, അതുകൊണ്ടാണ് ഈ ഡ്രസ്സിലൊക്കെ ഇറങ്ങിയതെന്ന് പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ശ്രീകുട്ടി സുരക്ഷിതമായിട്ടുണ്ടെന്നൊക്കെ. ശ്രീകുട്ടി ആനന്ദ നിലയത്തിൽ എങ്ങനെയാണ് എത്തിയതെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല ജയേഷ് അന്വേഷിച്ചു വന്ന കാര്യവും പറയുന്നുണ്ട്. എന്തായാലും അശ്വതി ചേച്ചി സൂക്ഷിക്കണം, പിടികൊടുക്കരുതെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അമൃതയും ഐശ്വര്യയും വരുന്നുണ്ട്.
ശ്രീകുട്ടി കടയിൽ വെച്ച് അഖിലിനെ കാണുന്നുണ്ട്. അങ്കിളെന്ന് വിളിച്ചുകൊണ്ട് അഖിലിന്റെ അടുത്തേക്ക് വരുന്നു. ആ സമയത്താണെങ്കിൽ അമൃതയും അശ്വതിയും ശ്രീകുട്ടിയെ കാണുന്നു. അശ്വതി എന്റെ മകളെന്നും പറഞ്ഞ് ഓടി അടുത്തേക്ക് ചെല്ലാൻ പോകുന്ന സമയത്ത് ശ്യാമ തടയുന്നു. ശ്യാമ മുഖത്തെ തട്ടമാണെങ്കിൽ ഇടുന്നു. ശ്രീകുട്ടി ശ്യാമയുടെ അടുത്തും ചെല്ലുന്നുണ്ട്. ശ്രീകുട്ടി ശ്യാമയെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മയെ കണ്ടെത്തിയോ? എന്റെ അമ്മ എവിടെയാണുള്ളത്? ശ്യാമേച്ചിയുടെ അടുത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് അമ്മയെ കണ്ടില്ല എന്ന്. അത് കേൾക്കുമ്പോൾ ശ്രീകുട്ടി കരയുന്നുണ്ട്. ശ്രീകുട്ടി പറയുന്നുണ്ട് എനിക്കിപ്പോ ആരുമില്ല എന്നൊക്കെ. അശ്വതിക്കും ശ്രീകുട്ടി പറയുന്നത് കേട്ടിട്ട് സങ്കടമാകുന്നു. ശ്യാമ അപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് അഖിലങ്കിളിനെയും ശ്യാമേച്ചിയും കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് വീട്ടിൽ അമൃത ആന്റി ഉണ്ടല്ലോ, മോൾ എന്തിനാണ് വിഷമിക്കുന്നതെന്നൊക്കെ. ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് അമൃത ആന്റി എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ. ഐശ്വര്യയ്ക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്